ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തത് നമ്മൾ ട്രെയിനിൽ പോകുന്നതാണ്. ട്രെയിനിൽ പോയിട്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. അടുത്ത ചെറുത് ഇത് ഇവിടുന്ന് അടുത്തേക്ക് എത്തിക്കാനില്ല മാത്രം തോന്നുന്നല്ലേ ട്രെയിൻ. ഒരു വൈൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അടുത്തേക്ക് എത്തിക്കുന്ന തോന്നുന്നു. അതിന് നമുക്കൊരു കൂപ്പൺ തന്നിട്ടുണ്ടായിന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ. കൂപ്പൺ ബാഗിലുണ്ട്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാം. വൈൻ ഓർ ബിയർ നോക്കാം, ഏതായിട്ടും കാര്യമില്ലല്ലോ. ഇത് മറ്റേ ഊട്ടി പട്ടണം ആ ഒരു മോഡൽ ട്രെയിനാണ്. പക്ഷെ അതിങ്ങനെ പുറത്തേക്കാണ്, ഇത് കാണൂല. മഴ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ നമ്മ ട്രെയിനിലേക്ക് കയറിയിരിക്കുന്നു. ഇതാണ് നമ്മളെ ട്രെയിൻ. നല്ല ചൂടാവണായിരുന്നു, പക്ഷെ ഇത് എല്ലാരും ഇങ്ങനെ തണുത്തിങ്ങനെ കയ്യിലിങ്ങനെ. അപ്പൊ നമ്മളെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു, ലൈറ്റ് ഓഫ് ആക്കി വണ്ടി ഇതാ വിടുകയാണ്. ശരിക്കൊരു ഇലക്ട്രിക് ട്രെയിൻ അല്ലേ? 2 മിനിറ്റ് ഒരു ദൂരത്തില് നമ്മളൊരു സ്റ്റേഷനിൽ മറ്റേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. കേബിൾ കാർ പോലെ തന്നെ, കുറച്ച് മഞ്ഞ് കുറഞ്ഞോ? കുറഞ്ഞിട്ടില്ല, നല്ലൊരു വ്യൂ കിട്ടുന്നില്ല അല്ല പുറത്തേക്ക്. മഴ കുറഞ്ഞു തോന്നുന്നല്ലേ? മഴ കുറഞ്ഞു. പുറത്തത്തെ മഞ്ഞ് കാരണം നമുക്ക് പുറത്തേക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഫോണിലാണെങ്കിൽ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ക്ലാരിറ്റി കുറവായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിലൂടെയുള്ള യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല തണുത്ത് വരച്ച് ഓണെല്ലാം ഫുള്ള് വെള്ളത്തിലായി തോന്നുന്നു. എന്താവെന്ന് കണ്ടറിയാൻ വീട്ടിൽ വായില വാട്ടർ ടെസ്റ്റ്. മഴയിലൊന്നും കേട്ടോ നമുക്ക് തോന്നുന്നോ പുറത്തേക്ക് നോക്കുമ്പോ? മഴ കാണുന്നില്ല, അപ്പൊ നമുക്ക് കയറും നല്ല മഴ ഉണ്ടായിട്ട് മഴയും മഞ്ഞും എല്ലാം മിക്സ് ആയി. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട്, പോയിട്ട് നോക്കാം. എത്ര 2 മിനിറ്റ് എടുക്കുന്നത്? 2 മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കാം. അപ്പൊ പോയിട്ട് കാണാം. മക്കളെല്ലാം കൊണ്ട് എന്ത് രസമായിട്ട് അവര് എല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ലേന്ന്. ഭയങ്കര ക്ലീനി ആയിട്ടും എല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല പണിയുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത കേബിൾ കാറിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കേബിൾ കാറിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക്, ഫ്രഞ്ച് വില്ലേജ്, മറ്റേ DBA സ്റ്റേഷൻ. അങ്ങനെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പം മഴയുണ്ട്. അപ്പോൾ ഈ റെയിൻ കോട്ട് നമ്മൾ ഊരിയാൽ ഓരോ ദിക്കിലെത്തുമ്പം തിരിച്ചിടണം. അപ്പോൾ അതിനുള്ള മടി കൊണ്ടാണ് എല്ലാവരും ഇട്ടിട്ട് തന്നെ നിൽക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും, സ്റ്റോപ്പില്ല. അതിങ്ങനെ സ്ലോ ആകുന്ന സമയത്ത് നമുക്ക് കയറണം. ഈ കേബിൾ കാർ എന്ന് പറയുന്നത് 3-4 ഡെസ്റ്റിനേഷനിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഏത് കേബിൾ കാറിൽ വേണമെങ്കിലും ഏത് ഡെസ്റ്റിനേഷനിൽ വേണമെങ്കിലും നമുക്ക് ആദ്യം പോവാം. തിരക്ക് കുറഞ്ഞതിനനുസരിച്ച് നമുക്ക് ആദ്യം പോയിട്ട് കാണാം. ഈ കേബിൾ കാറിൽ തന്നെ 2 ആളെയും കൂടി കയറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ആരെയും കയറിയിട്ടില്ല. നമ്മൾ 4 ആളും കൂടിയിട്ട് അടുത്ത കേബിൾ കാറിലാണ് കയറിയത്. നമുക്കത് കയറാം. നമ്മളെ കേബിൾ കാർ എത്തിയിരിക്കുന്നു. ഇനി 2 ആള്. അപ്പോൾ നമ്മൾ 4 ആൾ മാത്രമേ ഇല്ല, അത് അവരൊരു ടീമായിട്ട് വന്നോണ്ട് അവരവിടെ നിന്നു. 2 ആൾക്ക് മാത്രമാകുമ്പം
സെപ്പറേറ്റ് ആവണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ 4 ആൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ടാമത്തെ കേബിൾ കാറിൽ രണ്ടാമത്തെ സമയത്ത് കയറിയിരിക്കുന്നു. പുറത്തേക്ക് ആ മഞ്ഞുതുള്ളി ഇങ്ങനെ വീഴുന്നോണ്ടൊന്നും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പുറത്തേക്ക് നമുക്ക് കാണുന്നില്ല, പക്ഷെ ആ ഫോണിൽ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഇത് ടോട്ടൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോയി ആയിരിക്കുമല്ല, ടോട്ടൽ അവർ പറയുന്ന എത്രയോ ഹൈറ്റില് ഓരോ സ്ഥലത്തെത്തുമ്പോഴും വേറെ വേറെ കേബിൾ കാർ. പക്ഷെ നമുക്ക് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടാ, കുറച്ച് മഴയൊന്നും ഇല്ലാണ്ട്. പക്ഷെ ഇപ്പൊ നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഒരു ഫോട്ടോ എല്ലാം കുറച്ച് ഇതായി. ഇതാണ് ഫ്രഞ്ച് വില്ലേജ്. ഇത് കാണുമ്പോൾ മൊത്തം ഒരു ഫ്രഞ്ച് വില്ലേജ് പോലെയാണുള്ളത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു, പിന്നെ ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അടുത്ത എങ്ങോട്ട് വന്നേ? ശരിക്കും ഫ്രഞ്ച് വില്ലേജ് ഉണ്ടല്ലേ? യെസ്. ന്യൂ ഇയർ 2026. വിയറ്റ്നാമെന്നൊന്നും തോന്നേ ഇല്ല ഇത് കാണുമ്പോൾ. വിയറ്റ്നാമിലെ ഫ്രഞ്ച് വില്ലേജ് അല്ലേ? ഫുള്ള് മഞ്ഞ് മൂടിയ വില്ലേജ്. മസ്റ്റ് ട്രൈ ഐറ്റം ആൽപൈൻ കോസ്റ്റർ. ഏതാ മസ്റ്റ് ട്രൈ ഐറ്റം ആൽപൈൻ കോസ്റ്റർ? ട്രൈ ചെയ്യണ്ടേ? നോക്കാം. ആൽപൈൻ കോസ്റ്റർ ട്രൈ ചെയ്യണം. ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ, അങ്ങനത്തെ ഒരു വണ്ടി, ആ വണ്ടിയിൽ ഇങ്ങനെ എഴുതിട്ട് പോണം. കഴിയോ? റോസൊക്കെ എന്ത് രസം, നല്ലോണം ഫുൾ മൊട്ടിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കളർഫുൾ ആയിട്ടുള്ള റോസ് ഉണ്ട്. ബ്രൂ ഹൗസ്, ബിയർ പ്ലാസ, റെസ്റ്റോറൻറ്റ്, 3 മീറ്റർ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഫ്രഞ്ച് വില്ലേജ് ബാന ഹിൽസ്. ബ്രൂ ഹൗസ് എല്ലാം ഉണ്ട്, അങ്ങോട്ട് പോയാലോ? ഏത് ബ്രൂ ഹൗസ്? യെസ്. ഇതായിരിക്കുമോ? അല്ല, വേറെ തോന്നുന്നു. ബഫറ്റ് ഡിന്നർ ഉണ്ട്. ഇതാ ഈ ബഫറ്റ് ഡിന്നർ കണ്ടത് വീഡിയോയിൽ വേണ്ടത്. വിയറ്റ് നൂഡിൽ ഉണ്ട്. മറ്റേ ഇവിടെ റിസോർട്ട് ഇതേ ഇല്ലത് റിസോർട്ട്, ഏതോ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. റിസോർട്ട് അല്ല, ഹോട്ടല്. അത് കഴിഞ്ഞു. വീഡിയോ എടുക്കുന്നതിനിടയിൽ നമ്മൾ ക്യാമറയിൽ ജസ്റ്റ് വെള്ളം കൂടിപ്പോയി. അതാന്നൊരു സ്പോട്ട് പോലെ കാണുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ ചെടികൾ കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് കാണുന്നത്. ഏതൊരു മുക്കിലും മൂലയിലും ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതാ ബ്രൂ ഹൗസ്. ഇതാണ് വിയറ്റ്നാമിലെ ബിയർ ഉണ്ടാക്കുന്ന ഫാക്ടറി. ഇവിടെയാണ് എല്ലാത്തരം ബ്രൂ ഹൗസ് എന്ന് പറയുന്നത്. എല്ലാത്തരം ബിയർ കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഇത്. ഇവിടെ ഇവർ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കുറേ തരം ബിയർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ തരം ബിയർ ഇവിടെ ഉണ്ടാക്കുന്ന ബിയറാണ്. ഇവിടത്തേക്കുള്ള എൻട്രി നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതെല്ലാം ഓരോ തരം ബിയർ ഇവിടെ ഉണ്ടാക്കുന്നത്. അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. Saveur authentique avec le symbole de Côte d'Or. Sang trong lần bia hay còn gọi là sức mạnh của Atlas, bên này là mã hương thơm của caramel và cà phê. Trong một khung tháo được gọi là 5,6. Caramel café, bière noire. We sitting coupon free beer and then go upstairs second floor enjoy your beer. Yes. Này là mã hương thơm của trái cây cam Việt bưởi, nồng độ cồn là 5,3. Ingredients is the mix in the beer and now hop, barley, yeast and the water. This is the hops, beer flour in the flavor and sweeter.
More hop with a more bitter and more flavored beer. Beer flower. Yes. This is the barley and the caramel coffee flavor and the making of dark beer. എന്ത് ഫ്ലേവർ ഇത്? കോഫി. Coffee flavor, okay. Yes. Banana Brew House has the 8 type of the beer total because it is the 10 and the 1, 2, 3 type of the can beer and the 5 new beer and the only glass and the only can beer here. Yeah. The first thing is the Howlett Lager which named the Golden Brick and the 5% alcohol. Okay. This is the traditional beer non flavor and just classic beer, original beer, 5%. This is the dark lager, black beer, stronger, and the 5.6% alcohol. This is the caramel coffee flavor and the 17 IBU bitter. Yeah. This is the Luna Tancho, the hop oil, and the 5.3% alcohol. This is the fruit, orange, tangerine, grapefruit flavor. And after the return, so bitter because it's the 2 more hop and the more bitter and more flavored beer. Okay. Because in the 16 IBU, 17 IBU, and 31 IBU bitter, double bitter lager. Yeah. Today we have the coupon for 4 types of the beer: Howlett Lager, original beer, dark lager, and the pale ale fruit flavor. And the go upstairs just new beer which named the Helio with lager and the 5.3% alcohol. This is the fruit and little banana flavor and little sour. Okay. 1 coupon free 2 glass beer and the 1 coupon change food 1 different 5 food of beer 2 assembly. Okay. Yeah. We have the information the beer chain beer today and the go upstairs second floor restaurant enjoy your beer and the change food please. Thank you. എല്ലാം കുറേ തരത്തിലുള്ള ബീറാ നമുക്ക് കാണുന്നത്. നെല്ലി അങ്ങനെല്ലാം ഇട്ടിട്ട് ആക്കിയ ബീറല്ല. ഫ്രൂട്ട് ഫ്ലേവർ, കോഫി ഫ്ലേവർ. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ പോയാൽ നമുക്ക് ബീർ, പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ്, അങ്ങനെയുള്ള ബീറോ സ്നാക്സോ ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. മെയിനായിട്ട് ബിയർ എന്ന് തോന്നുന്നല്ലോ. 2 250 മില്ലിയുടെ ഇത് ഗ്ലാസ് ആണ് ബീറാന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ടോട്ടൽ ആയിട്ടുള്ള ഇവരെ മാനുഫാക്ചറിങ് യൂണിറ്റ്. പോവല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാർഡിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസോ ബീറോ അങ്ങനെയുള്ള ഐറ്റം നമുക്ക് ഇവിടുന്ന് തരും. നമുക്ക് ഇവിടെ കയറി എന്താ തരുന്നതെന്ന് നോക്കാം. ഇതൊരു വലിയ റെസ്റ്റോറൻറ്റ് പോലെ തന്നെയാണ്. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ ബഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് മഴയാണോ വെയിലാണോ ഒന്നും അറിയുന്നില്ല. ഇതിനുള്ളൊക്കെ എല്ലാവരും ബിയറൊക്കെ കുടിച്ച് എൻജോയ് ചെയ്തു. ഇവിടെ നമ്മൾ കുറേ മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും നമ്മളെപ്പോലെ ഇവിടെ ദനാങ്കും മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നവരാണ്. പിന്നെ നമ്മളെല്ലാവരും നല്ല തണുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കുറച്ച് സമയം സെറ്റ് ആവാന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പോയിട്ട് ഒരു ടേബിളിലിരുന്നു. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരാൾക്ക് ഒരു കൂപ്പൺ വെച്ചിട്ട് തരും. അതിൽ ഒന്നുകിൽ 250 ml 2 ഗ്ലാസ് ബിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസോ അങ്ങനെ എന്തെങ്കിലും ആണ് കിട്ടുക. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കുറച്ചൊരു കാലാവസ്ഥ വ്യത്യാസം വരുമ്പോഴാണ് അവിടെ നിന്ന് പോയത്. അങ്ങനെ മുത്തതോ ബിയർ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. എല്ലാം കൊടുക്കല്ലോ ഉദ്ദേ, ഒരു കാർഡ് മാത്രം. എന്ത് ബീർ എന്നാ പറയുന്നത്? ഫ്രൂട്ട് ഫ്ലേവർ. അതാണ് എഴുതിട്ടതാ. നോക്ക് എന്ത് 3 തരാന്നില്ലത്. ക്രാഫ്റ്റ് ബീർ, ഒന്നതാ. ഏതെടുക്കല്? ഫ്രൂട്ട് ഫ്ലേവർ ഏതെന്ന് മനസ്സിലാവും. Oh, I see. Okay. Yeah. 1 ticket, glass beer. 2 glass beer. What is better here? Fruit flavor is there? Huh? Fruit flavor. This one? This beer. Dark lager.
Okay. One this one, one this one. One. അറിയില്ല ഏതോ ഒന്ന് പറഞ്ഞു ഒരു ഫ്രൂട്ട് ഒരു മറ്റതും. Where I'll get snacks? Snacks. Okay. Thank you. നമുക്ക് 2 ഗ്ലാസ് ബീർ കിട്ടിയിട്ടുണ്ട്. മുത്തിതാ ബീറും കൊണ്ട് പോവുകയാണ്. മറ്റേ ഗ്ലാസ് തരുമോ? ഞാൻ അപ്പോഴേക്ക് നോക്കുന്നു അവിടെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങാം. നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാം. 3 കൂപ്പണാന്നുള്ളത്. 3 കൂപ്പണിൻ്റെ സ്നാക്സ് വാങ്ങിക്കാം. ഹലോ. യെസ് ഫ്രഞ്ച് ഫ്രൈസ് 3. യെസ്. വേറൊന്നുമില്ല, ഫ്രഞ്ച് ഫ്രൈസ് മാത്രം. You have only French fries, right? Any Only- other snacks? Only this one? French fry or sweet potato? Sweet potato. One sweet potato, 2 French fries. Hello. രണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി നമുക്ക്. ഒരു സ്വീറ്റ് പൊട്ടറ്റോ കിട്ടി. Sauce, ketchup. താങ്ക് യു. നമുക്ക് അവിടെ നിന്ന് മറ്റേത് എടുക്കാം, ട്രേ എടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു സ്വീറ്റ് പൊട്ടറ്റോ, 2 ഫ്രഞ്ച് ഫ്രൈസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കയ്യെല്ലാം നല്ല മരം കയറിയിട്ടാ, അടിപൊളി. ആ അപ്പൊ നമ്മൾ സ്നാക്സ് എല്ലാം നിന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. മഴ കുറച്ച് വലിയ കുറവൊന്നുമില്ല, നല്ല മഴയുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അല്ലേ? അടിപൊളി, നല്ല വെൽ മൈൻഡ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്നത്. ആ വാട്ടർഫോൾ, അവിടെ ഒരു വാട്ടർഫോൾ പോലെ കാണുന്നുണ്ട്. അത് ഹീലിയോ വാട്ടർഫോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഇറ്റാലിയൻ കൾച്ചറിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. 2022 43 ഗ്രീക്ക് സ്റ്റാച്യൂസ് ആണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മഴ കാരണം എല്ലാ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ കുറവുണ്ടാവും. എന്ത് രസം നോക്കി ഇതെല്ലാം കാണാൻ വേണ്ടി. നല്ലൊരു ജർമ്മനിയിലെത്തിയൊരു ഫീല് അല്ല? ഇതെല്ലാം ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ? ഒരു ജർമ്മനിയിലെത്തിയ അവരെ ഒരു ഇത് സ്റ്റൈല് ബിൽഡിംഗ്. ഇത് മറ്റേ ഹോട്ടലാ? ഏത് ഈ സ്റ്റേയിലെ ഹോട്ടലാ? അല്ലല്ലോ, അറിയില്ല. ഇത് ഹോട്ടലിന്റെ ഭാഗമൊന്നും അറിയില്ല. കാരണം നേരത്തെ പറഞ്ഞ മെർക്യൂർ ഹോട്ടല് ഇവിടെ തന്നെയാണ് വരുന്നത്. കേബിൾ കാറിൽ മാത്രമേ ഈ ഹോട്ടലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫുൾ നനയുന്നു. റെസ്റ്റോറന്റിലേക്ക് പോവാ. കുറച്ച് മഴ ശമിച്ചാൽ നമുക്ക്, കുറച്ച് മഴ കുറയുമ്പോ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാം. മഴ കുറയുന്നു. ഇന്ന് മഴ കുറയാൻ ചാൻസ് ഇല്ല. ഇത് രാവിലെ ഇങ്ങനല്ലേ കാലാവസ്ഥ? രാവിലെ ഇങ്ങനെ, ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തോന്നുന്നു. മഞ്ഞിങ്ങനെ മൂടി എല്ലാം ഫുൾ എപ്പോഴും മഴയെന്ന് തന്നെ പറയുന്നു. പക്ഷെ നല്ലൊരു രസമാണ് കാണാൻ. പ്രവചിക്കാൻ മഴയത്ത് തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയാണ്. കുറച്ച് തണുപ്പൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നവർക്ക് നല്ല അടിപൊളിയാണ്. നോക്കിയതെന്താ രസം. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്, കുറേ ടൈപ്പ് ഫുഡ്, ഫ്രൈഡ് ഫുഡ് ഉണ്ട്. നല്ലൊരു സിനിമ ഷൂട്ടിംഗ് എല്ലാം ചെയ്യേണ്ട ലൊക്കേഷൻ പോലെ ഉണ്ടല്ലേ? KFC എല്ലായിടത്തും കിട്ടുന്ന ഒരു ഫ്രൈഡ് ഐറ്റം അല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ലൊട്ടേറിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അതും ഈ ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നത് തന്നെയാണ്. മഴയെല്ലാം കൊണ്ടിട്ട് തലയെല്ലാം ഇതായി. അപ്പോൾ നമ്മൾ ഫുഡ് അല്ലെങ്കിൽ സ്നാക്സ് എന്നും പറയാം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട് 2-3 കേക്കും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് തിന്നു. പക്ഷെ ഇവിടെ പിസ്താഷ്യം ചോക്ലേറ്റും പിന്നെ ഒരു ബ്രെഡിന്റെ തന്നെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം പിന്നെ നമ്മൾ അന്ന് നേരെ പോയത് ഫാൻറ്റസി പാർക്കിലേക്കാണ്. അവിടെ ഒരു ഡാൻസ് ഷോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്.
പിന്നെ ഇവിടെ കുറേ ഗെയിംസ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീഗാലാൻഡിലെല്ലാം കാണുന്ന ആ ഒരു മോഡലിൽ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ്, പിന്നെ റോക്ക് ക്ലൈമ്പിങ്, മൗണ്ടൻ ക്ലൈമ്പിങ്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ്. ഇതിലെല്ലാം കയറാൻ നല്ല പേടിയായി. കാരണം ആ കയറിയവർ കരയുന്നതും കൂക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും കയറണം എന്നുള്ളത് തോന്നലൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ പെൻസിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നാലോ അല്ലെങ്കിൽ ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അവിടെയുള്ള ആൾ നമ്മുടെ ചിത്രം വരച്ചു തരും. ഇവിടുത്തെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത ടിക്കറ്റിൽ തന്നെ ഫ്രീ ആയിട്ടുള്ളതാണ്. ചിലത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ്. ഈ കാണുന്നതൊക്കെ എന്ത് രസമല്ലേ. ഇവിടുത്തെ ഓരോ കോർണേഴ്സും ഒന്നിനൊന്നും വെച്ചാന്ന് കാണാൻ വേണ്ടിയിട്ട്. കുറേ കുട്ടികളും വലിയവരും ഒക്കെ എല്ലാ ഗെയിമിങ്ങിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. റോക്ക് ക്ലൈമ്പിങ്ങും മൗണ്ടൻ ക്ലൈമ്പിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് എല്ലാവരും കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇതിങ്ങനെ പോയിട്ടില്ലേ, കയറി 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 മുകളിലോട്ട് പോയിട്ട് ടച്ച് ആക്കണം. കണ്ടോ, ഒരാൾ ട്രൈ ചെയ്യുന്നുണ്ടോ? തൊട്ടിലാട്ടോ. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അത്. ഗെയിമിങ് കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ജുറാസിക് പാർക്കിലേക്കാണ്. നല്ലൊരു ഫീലാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും അത്. അങ്ങനെ നമ്മൾ അവസാനം ജുറാസിക് പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ജുറാസിക് പാർക്ക്, ബാണ ഹില്ലിനുള്ളിലെ ജുറാസിക് പാർക്ക്. ഇത് ശരിക്കായാലെല്ലാം നമ്മളവിടെ ഒരു മരത്തിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടാകുന്നില്ലേ, അത് നമ്മൾ കുറേ പിക്ചറിലെല്ലാം കാണുന്നേ, ആ ഒരു നോട്ട് ബുക്കിന്റെ പിക്ചറിലെല്ലാം ഉണ്ടാകുന്നില്ലേ ഫ്രണ്ട് പേജ്, ആ ഒരു ടൈപ്പ് അല്ല മരം. ഇത് മറ്റേ പണ്ടത്തെ മനുഷ്യരേതാ? പണ്ടത്തെ ആദിമ മനുഷ്യർ വിയറ്റ്നാമില്. അവര് തീ കൂട്ടിയിട്ട് എന്തോ കത്തിക്കുന്നു, ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി. മറ്റേ ഇത് ഉണ്ടാക്കുന്നായിരിക്കും. ഇത് ആനേനെ ആക്രമിക്കുന്നു. ഇതൊരു കരടി ഉണ്ട്, വലിയ കരടി, രണ്ടെണ്ണം. കടുവേനെ ആക്രമിക്കുന്ന മനുഷ്യൻ. ജുറാസിക് പാർക്കെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്നും കൂടി അതിലേക്ക് കറങ്ങി. ഗൈസ്, നല്ല മഴയാണ് ഗൈസ്. ചെറിയ കുഞ്ഞോടെല്ലാം കൂട്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഈ ഇത്രയും തണുപ്പിൽ സമ്മതിക്കണം. കുറച്ച് മഞ്ഞ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടും. കുറച്ചും കൂടി മഞ്ഞ് പറയണായിരുന്നു, നല്ല ഉണ്ടായിട്ട്. ഇപ്പൊ സമയം 1 മണിയായി, എന്നിട്ടും മഞ്ഞിങ്ങനെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് കഴിക്കാം. ഇപ്പം മഴയായതുകൊണ്ടാണ് അതൊന്നും ഓപ്പൺ ആക്കാത്തത്.
ഇതേ ആ കാണുന്നതിലൂടെയാണ് ആൽപൈൻ കോസ്റ്റർ റൈഡ് ചെയ്യുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ അങ്ങനെ അതിൽ പോകുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളും അത് ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. അവിടെ എന്തോരാൾ പുസ്തകം വായിക്കുന്നതിന് പോലെ ഇത് നമുക്ക് അവിടെ തണുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതാണ് ഇവിടെ തണുത്തിട്ട് മരവിക്കുന്ന സമയത്ത് കൈയെല്ലാം ചൂടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ കൊറേ ഉണ്ട്. ഇടക്കിടക്ക് ചില കഫേയിലെല്ലാം ഹീറ്ററിന് പകരം നല്ല ചൂടുള്ളൊരു ലൈറ്റിൽ കൈ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഈ റൂമിന്റെ ഉള്ളിൽ മൊത്തം ചൂടായിരിക്കും. ഇത് അടഞ്ഞിട്ട് നിൽക്കുന്നത്. അതിന്റെ പേരാണ് സൺ ഹീറ്റ്. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയ റൂം തന്നെയാണ്. നല്ല തണുക്കുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം വന്ന് റെസ്റ്റ് എടുക്കാം. റിട്ടേൺ നമുക്ക് താഴോട്ട് പോവാം. അവിടുന്ന് കേബിൾ കാർ ത്രൂ താഴെ. അപ്പോൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോവാം. അവിടുന്ന് നേരെ നമുക്ക് റിട്ടേൺ താഴോട്ട് പോവാം. മഴയായതുകൊണ്ട് കുറച്ചും ബുദ്ധിമുട്ടായി, എന്നാലും പ്രശ്നമില്ല അല്ലേ. പക്ഷെ നല്ലൊരു ഇതായിരുന്നു. കുറച്ച് മഴ നടക്കാനും നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. നല്ലൊരു അടിപൊളി വ്യൂ. ഇവിടുന്ന് റെയിൻകോട്ട് ഊരിയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റിയിട്ടില്ല. നല്ല മഴയുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പം ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ കേബിൾ കാർ സ്റ്റേഷനിൽ ഒന്നുകൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ആ സമയത്ത് കുറച്ച് നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. നമ്മളെല്ലാം മടങ്ങി എല്ലാ സാധനങ്ങളും ചുരുട്ടിക്കുട്ടി നമ്മൾ തിരിച്ച് താഴോട്ട് പോകുന്നു. നല്ല തണുപ്പ്. എല്ലാവർക്കും ഒന്നും സഫർ ചെയ്യാൻ പറ്റില്ല തണുപ്പ്. പക്ഷെ എൻജോയ് ചെയ്യുന്നവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. കാര്യം സ്ഥലമാണ്. എങ്ങനെയുണ്ട് ബാണാഹില്? ഈ മഴയുടെയും മഞ്ഞിൻ്റെയും തണുപ്പൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ കാലും കൈയൊക്കെ ഒരു മരവിച്ച രീതിയാണുള്ളത്. കുറേ നടക്കുമ്പോൾ നമ്മുടെ മസിലുകളെല്ലാം നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ബാനാഹിൽ എന്ന് പറയുന്നത് ദനാങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അതെല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ബാനാഹിൽ നല്ലൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പോൾ ദനാങ്കിലെ 4 ദിവസത്തെ കറക്കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൊച്ചിമിൻ സിറ്റിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ ഹൊച്ചിമിൻ സിറ്റിയിൽ നിന്നായിരിക്കും. അപ്പോൾ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.